പോരാട്ട സ്മരണകൾ ഉയർത്തി 2 ദിവസമായി നടന്നു വന്ന ഓച്ചിറക്കളിക്ക് സമാപനം. കയ്യും മെയ്യും മറന്ന് 2ാം ദിവസവും പോരാളികൾ 8 കണ്ടത്തിലും കരയിലുമായി ഓച്ചിറക്കളി നടത്തി. ഓച്ചിറക്കളിയുടെ ഭാഗമായുള്ള കാർഷിക പ്രദർശനം 18-ന് സമാപിക്കും. ഓണാട്ടുകരയുടെ ആയോധന വൈഭവം വിളംബരം ചെയ്താണ് 2ാം ദിവസവും 8 കണ്ടത്തിലും കരയിലുമായി ഓച്ചിറക്കളി നടന്നത്. ഓണാട്ടുകരയുടെ പോരാട്ട വീര്യം നെഞ്ചിലേറ്റിയാണ് കഴിഞ്ഞകാല യുദ്ധസ്മരണകൾ ഉയർത്തി പോരാളികൾ പടവെട്ടിയത്. അലങ്കരിച്ച ഋഷഭവീരന്മാർ, വാദ്യമേളങ്ങൾ, കൊടിതോരണങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെ ഘോഷയാത്ര പടനിലം ചുറ്റി 8 കണ്ടത്തിന്റെ വടക്കുഭാഗത്തെത്തി. തുടർന്ന് ഇരുകരകളിലുമായി നിലയുറപ്പിച്ച യോദ്ധാക്കൾ 8 കണ്ടത്തിലിറങ്ങി പോരാട്ടം നടത്തി. ആയോധനമുറകൾ പരബ്രഹ്മസന്നിധിയിലും അവതരിപ്പിച്ചു. ആദ്യ ദിവസം നടന്ന ചടങ്ങുകൾ തന്നെ 2ാം ദിവസവും ആവർത്തിച്ചു. ഉപചാരം ചൊല്ലി വീണ്ടും പിരിയുകയും ചെയ്തു. ചരിത്രം പറയുന്ന ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന കാര്യം ഇവിടെ കായംകുളം രാജാവും ഓണാട് രാജാവും നാം തമ്മിൽ നടന്ന പടകട്ടളി ഓച്ചിറക്കളി വൻ വിജയമാക്കിയ മുഴുവൻ പേരെയും ഓച്ചിറ ക്ഷേത്രഭരണ സമിതി സെക്രട്ടറിയും പ്രസിഡന്റും നന്ദി അറിയിച്ചു. കഴിഞ്ഞ എല്ലാ പ്രാവശ്യത്തെക്കാട്ടിലും ഏറ്റവും വലിയ രൂപത്തിൽ നടത്താൻ കഴിഞ്ഞത് ഒന്ന്, കെട്ടുറപ്പായിട്ടുള്ള ഭരണസമിതിയുടെ ചിട്ടയായ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേരത്തെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് പരിപാടികൾ നടത്താൻ കഴിഞ്ഞതും അതിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വരും വർഷങ്ങളിലും ഇതിനേക്കാട്ടും മികച്ച രൂപത്തിൽ നടത്താൻ കഴിയും എന്നതാണ് പ്രസിഡന്റ് എന്ന നിലയിൽ, ഭരണസമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഈ പരിപാടി വിജയമാക്കുവാൻ ഇതിനോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം കയ്യും മെയ്യും മറന്ന് ഞങ്ങളോടൊപ്പം നിന്ന എല്ലാ ഭരണസമിതി അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. വൻപിച്ച വിജയമാക്കി തീർത്ത എല്ലാവരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുക. ഓച്ചിറക്കളി കഴിഞ്ഞകാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഓച്ചിറ ക്ഷേത്രഭരണ സമിതി നടത്തിയ പരിശ്രമം ഏറെക്കുറെ വിജയിച്ചതായി കാണുന്നു. ഞങ്ങൾ 1 മാസത്തിന് മുൻപ് 52 കരകളിലെയും സമീപ പ്രദേശങ്ങളിലെയും കളരികൾ സജീവമാക്കിയിരുന്നു. കളി ആശാന്മാർക്ക് എല്ലാവിധമായ പ്രോത്സാഹനവും അധിക ഗ്രാൻഡും നൽകി പലതവണ കളരി സംഘങ്ങൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകി. ഇതിന് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഓച്ചിറയിൽ നിന്നും ഓച്ചിറയിലെ പരബ്രഹ്മത്തിന്റെ വാഹനമായ നന്ദികേശന്റെ അകമ്പടിയോടുകൂടി എല്ലാ കളരികളിലും വിളംബര ഘോഷയാത്ര നടത്തിയിരുന്നു. വളരെ നേരത്തെ തന്നെ ഓച്ചിറക്കളിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഓച്ചിറ ക്ഷേത്രഭരണ സമിതി ഒരുക്കിയതുകൊണ്ടാണ് ഈ വർഷത്തെ ഓച്ചിറക്കളിക്ക് ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള അഭൂതപൂർവമായ ഭക്തജനങ്ങളുടെ തിരക്കും കാണികളുടെ തിരക്കും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള കളരി സംഘങ്ങളും കളരി ആശാന്മാരും യോദ്ധാക്കളും ഈ പടനിലത്ത് എത്തിയത് എന്നതാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.